ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. ഒരിക്കലുമല്ല. അതിനിങ്ങനെ ഒരു പരിപാടി വെക്കേണ്ടതില്ലല്ലോ. ഈ പരിപാടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ പരിഹരിക്കുന്ന പരിപാടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ നിന്നും പരാതിക്കാരിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം ജനങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കാര്യക്ഷമമായ സേവനം കിട്ടണം. അത് കൊടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, ഉദ്യോഗസ്ഥര് തയ്യാറാണ്. പക്ഷേ അതിനുള്ള നിയമങ്ങളില്ല, ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. ആ ചട്ടങ്ങളും നിയമങ്ങളും മാറ്റാതെ എത്ര ന്യായമാണെങ്കിലും ഉദ്യോഗസ്ഥർക്കോ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും മാറ്റം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പം സാധാരണ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരെ കുറ്റം പറയും. ഉദ്യോഗസ്ഥരുടെ കുറ്റമാണ്, അവരുടെ കുഴപ്പമാണ്. ചട്ടങ്ങൾ എഴുതി വെച്ചിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി 14 ജില്ലകളിലും പോയി കഴിഞ്ഞ് 6 ജില്ലകളിൽ ഞാൻ റിവ്യൂവിന് പോയി. ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ പരിശോധിച്ച പരാതികളിൽ എല്ലാ പരാതിയും ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ന്യായമെന്ന് തോന്നിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞു. അത് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ 14 ജില്ലകളിൽ നിന്ന് എനിക്ക് നേരിട്ട് പരാതി സ്വീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് 43 ഗവൺമെന്റ് ഓർഡറുകൾ ഇറക്കി. ജനപക്ഷ ചുവടുകൾ എന്ന് പറഞ്ഞ ഈ പുസ്തകം അതാണ്. 43 ഗവൺമെന്റ് ഓർഡർ. ഈ പുസ്തകം ഇറക്കിയതിന് ശേഷം 2 ഓർഡറുകൾ കൂടി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 45 ഗവൺമെന്റ് ഉത്തരവുകളാണ് കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഇറക്കിയത്. ഇതാണ് ഈ മാസ് കോണ്ടാക്ട് പ്രോഗ്രാമിന്റെ ഈ ഏറ്റവും പ്രാധാന്യം ഇതിനകത്താണ്. കാരണം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർ പറയുന്നത് ന്യായമാണ്. പക്ഷെ ചെയ്യാൻ നിലവിലുള്ള ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല, നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അവിടെയാണ് ജനസമ്പർക്ക പരിപാടിയുടെ പ്രസക്തി. ഇവിടെയും ഇന്ന് പരിഹരിക്കുന്ന പരാതികളേക്കാൾ കൂടുതൽ ആ പരാതികളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടി അത് ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ആ അകലം കുറയ്ക്കാൻ, ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ അത് ഈ തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നീക്കമാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ജനസമ്പർക്ക പരിപാടി പത്തനംതിട്ടയിൽ അതിന്റെ തുടക്കം കുറിക്കുന്നു. നമസ്കാരം. ജയ്. പേപ്പറെല്ലാം